ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യണതിനെ കുറിച്ചൊരു കഥ. ആങ്കർ മാനേജ്മെൻറ്റ്. ഞാൻ പണ്ടും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആങ്കർ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട്. അത് കാണാത്തവരെ പോയി കാണുക. അതിൽ കുറേ ടിപ്സ് ഉണ്ട് നിങ്ങളുടെ ദേഷ്യം എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇന്നത്തെ കഥയിൽ വിപിനാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ. ഓക്കെ, വിപിൻ ഒരു ടീനേജറാണ്. അപ്പോൾ ഈ കൗമാരപ്രായത്തിൽ നമുക്കറിയാം കുറേ മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ചില കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അപ്പോൾ വിപിനും ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. എന്തെങ്കിലും ചെറിയ കാര്യം കിട്ടിയാൽ മതി സാധനങ്ങൾ വലിച്ചെറിയുക, ആൾക്കാരെ ചീത്ത വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇത് കാരണം ടീച്ചേഴ്സിൻ്റെ ഇന്ന് വളരെയധികം കംപ്ലയിൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മയെ എപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്യാൻ വിളിക്കും ടീച്ചേഴ്സെ. അപ്പം അമ്മയ്ക്ക് മതിയായി. അമ്മയ്ക്ക് ഭയങ്കര സങ്കടം വരുമായിരുന്നു. എങ്ങനെയാണ് ഈ മോൻ്റെ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അച്ഛനായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ വിപിൻ്റെ അച്ഛൻ വിപിനെ വിളിപ്പിച്ചിട്ട് ഒരു പെയിൻറ്റിങ് അവിടെ ഒരു വീട്ടിൽ ഒരു പെയിൻറ്റിങ് തൂക്കിയിട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനെ മറിച്ച് തൂക്കിയിട്ടിട്ട് പറയും, മോന് വിപിന് മതിയായ ആഗ്രഹമുണ്ട് അവൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യണമെന്ന്. അപ്പോൾ അവനും സങ്കടത്തോടെയാണ് അച്ഛൻ പറയുന്നത് കേട്ട് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, നീ ഞാൻ പറയണത് പോലെ കേൾക്കും. എപ്പോൾ ദേഷ്യം വരുമ്പോഴും ഓക്കെ ഒരു ആണി എടുത്തിട്ട് ഈ പെയിൻറ്റിങ്ങിലേക്ക് തറയ്ക്കുക. എന്നിട്ട് കുറച്ച് ആണിയും മറ്റേ ഹാമറും കൊടുക്കും. ഓക്കെ, അപ്പോൾ അത് ദേഷ്യം റിലീസ് ചെയ്യാനുള്ള ഒരു വഴിയാണെന്ന് അച്ഛൻ വിപിനോട് പറയും. അപ്പോൾ വിപിനും അഗ്രി ചെയ്തിട്ട് പിറ്റേ ദിവസം തൊട്ട് എപ്പോൾ ദേഷ്യം വരുമ്പോഴും ഓക്കെ, സ്കൂളിൽ ദേഷ്യം വരുന്ന സമയത്ത് അവൻ വെറുതെ ഡെസ്കിൽ പെൻസിൽ വെച്ച് അടിക്കുക അല്ലെങ്കിൽ ഇറേസർ വെച്ച് അടിക്കുക, അങ്ങനെ ചെയ്യണ്ടായിരുന്നു. വീട്ടിൽ വരുമ്പോൾ ദേഷ്യം വരുമ്പോൾ സമയത്ത് ആണി എടുത്ത് അടിക്കാൻ തുടങ്ങും. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വിപിന് തോന്നി തുടങ്ങി അവൻ്റെ ദേഷ്യം കുറച്ച് കുറയാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അച്ഛനോട് പിന്നെയും പോയി കാണും വിപിൻ. എന്നിട്ട് പറയും, ഓക്കെ അച്ഛൻ, എനിക്ക് തോന്നുന്നു ഈ ട്രിക്ക് എനിക്ക് സക്സസ്ഫുൾ ആണെന്ന്. അപ്പോൾ ആദ്യത്തെ ആഴ്ച കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഈ ആഴ്ച ആകെ ഒരു 4 ആണി അടിച്ചിട്ടുള്ളൂ. ആദ്യത്തെ ആഴ്ചയിൽ ഒരു 15 എണ്ണം ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും സന്തോഷമായി, അമ്മയ്ക്കും സന്തോഷമായി. അച്ഛൻ വിപിനോട് പറയും, ശരി ഇനി ഞാൻ വേറൊരു ട്രിക്ക് പറഞ്ഞുതരാൻ പോവാണ്. ഓരോ പ്രാവശ്യവും ദേഷ്യം വരുമ്പോൾ അത് ഊരാൻ നോക്കുക. ഓക്കെ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നമുക്ക് തെറ്റ് തിരുത്താൻ തോന്നുമ്പോഴും ആ ആണി എടുത്ത് ഒരു പ്രാവശ്യം സോറി പറയുമ്പോഴും ആ തറച്ച ആണി ഓരോന്നായിട്ട് റിമൂവ് ചെയ്യാൻ നോക്കുക എന്ന് പറയും. അപ്പോൾ ശരി, വിപിൻ എഗ്രി ചെയ്യും. പിറ്റേ ആഴ്ച തൊട്ടിട്ട് എപ്പോഴാണ് റിഗ്രറ്റ് തോന്നുന്നത്, സോറി തോന്നുന്നത്, അപ്പോൾ ഓരോന്നായിട്ട് റിമൂവ് ചെയ്യാൻ തുടങ്ങും ഈ അടിച്ച് ആണികൾ. അപ്പോൾ അവസാനം അത് ക്ലിയറായി. അതിൽ കുറേ ഓട്ടകൾ വന്നു, എല്ലാ ആണികളും തിരിച്ചെടുത്തു. പിന്നെയും വിപിൻ അച്ഛനെ കാണാൻ പോകും. എന്നിട്ട് പറയും, ഞാൻ ഇതുവരെ അടിച്ച ആണികളൊക്കെ തിരിച്ചെടുത്തു, ഞാനിപ്പോൾ കുറേ കൂടെ ശാന്തമാണ്, എനിക്ക് എൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് അച്ഛൻ വിപിനോട് പറയും, ശരി ഇനി ആ പെയിൻറ്റിങ് നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് ആ പെയിൻറ്റിങ്ങിൻ്റെ ശരിയായ ഭാഗം എടുത്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ ആ പെയിൻറ്റിങ് എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. അത് ആക്ച്വലി നല്ലൊരു സീനറി ആയിരുന്നു, അതിൽ ഫുൾ ഓട്ടകളാണ് ഇപ്പോൾ. ഓക്കെ, എന്നിട്ട് വിപിനോട് അച്ഛൻ പറയും, ഇതൊന്നും നിനക്ക് എന്താ മനസ്സിലായത്? നമ്മൾ ഓരോ പ്രാവശ്യം ദേഷ്യം വരുമ്പോഴും പലതും വിളിച്ചു പറയും അല്ലെങ്കിൽ സാധനങ്ങൾ എറിയും. പക്ഷേ ഈ പറഞ്ഞ വാചകങ്ങൾ നമ്മൾ സോറി പറഞ്ഞാലും ഓക്കെ, ഈ ആണികളെ പോലെ ആണികൾ എടുത്തു കഴിഞ്ഞാലും പണ്ടത്തെ ആദ്യത്തെ പെയിൻറ്റിങ്ങിൻ്റെ രൂപം ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല അല്ലേ? അതേപോലെയാണ് നമ്മൾ പറഞ്ഞ വാക്കുകൾ, അത് കേട്ട ആൾക്ക് ഒരു മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മായ്ച്ചു കളയാൻ പറ്റില്ല. അവിടെ ആ ഓട്ട വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വാക്കുകൾ വളരെ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ. നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത വാക്കുകൾ നമ്മൾ ഒരിക്കലും പറയരുത്, നമ്മൾ ഒരിക്കലും ആരെയും മുറിവേൽപ്പിക്കരുത്. ഓക്കെ, വിപിന് നല്ലോണം മനസ്സിലായി. വിപിൻ സോറി പറഞ്ഞു. വിപിൻ കുറേയും കൂടെ അവെയർ ആവാൻ തുടങ്ങി. അപ്പം ആങ്കർ മാനേജ്മെൻറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ, നമുക്ക് നമ്മുടെ ആങ്കറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള ഭാഷ അത് ഉപയോഗിക്കാതിരിക്കുക. കാരണം നമുക്ക് അത് ജീവിതകാലം മുഴുവൻ അവരുടെ മനസ്സിലൊരു വേദനയായി കിടക്കും.
അതൊരിക്കലും ആ ഫീലിംഗ് അവർക്ക് മറക്കാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ വാക്കുകൾ എന്ത് പറഞ്ഞു അതവർ മറന്നേക്കും, പക്ഷെ നമ്മൾ എങ്ങനെ അവരെ ഫീൽ ചെയ്യിപ്പിച്ചു അതൊരിക്കലും ആർക്കും മറക്കാൻ പറ്റില്ല. സന്തോഷമായാലും സങ്കടമായാലും ദേഷ്യമായാലും ഓക്കെ, നമ്മൾ ഒരാളെ എങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചു, നമുക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ എങ്ങനെ ഫീൽ ചെയ്തു ഒരു സിറ്റുവേഷനിൽ, അത് എപ്പോഴും നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്കത് ഉണ്ടാവും. അപ്പോൾ ഈ കഥ എപ്പോഴും ഓർമ്മിക്കുക. എൻ്റെ ആങ്കർ മാനേജ്മെൻറ്റ് ടിപ്സിൻ്റെ വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ചെയ്യുക. ഇങ്ങനെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും ഇൻസ്പിറേഷനും വേണ്ടി എൻ്റെ വീഡിയോ കാണുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കുറേയും കൂടെ കണ്ടൻറ്റുമായിട്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. എന്നെ പേഴ്സണലി കൺസൾട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, ലിവ് എ വെരി ഹാപ്പി ലൈഫ്. എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കുക. താങ്ക് യു. ബൈ.